ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ നല്ല പീസ് ചീത്ത വശം മുകളിലേക്കാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസും കൂടെ വെച്ച് പിന്നെ നമ്മൾ കഴുത്ത് വരച്ച ക്യാൻവാസും കൂടി വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ക്യാൻവാസ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു പീസും കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അടിച്ച് നമ്മളതിൻ്റെ നടു കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ ചെറിയ കട്ടിട്ടെടുത്തിട്ട് നമ്മൾ മടക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നല്ല പീസ് കട്ട് ചെയ്തൊന്നുമല്ല, ലൈനിങ് കട്ട് ചെയ്തെടുക്കണില്ല. ലൈനിങ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാതെ ഇങ്ങനെ ചെയ്യാണ് സുഖം. നമ്മൾ കഴുത്തടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ നടുവശം ക്ലിയർ ആക്കി വെച്ചിട്ട് ഇത് അടിയിലൊരു അടി കൊടുക്കുകയാണ്. ഇതുപോലെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റേ പീസ് ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസാണ് ലൈനിങ് മേയിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ തിരിയാതെ കിട്ടിക്കോളും. മറ്റും നമ്മൾ ചിലപ്പം സെപ്പറേറ്റ് വെട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒരു വശത്തേക്ക് അടിച്ച് വരുമ്പോൾ അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതാണെങ്കിൽ വേഗത്തിൽ കഴിയുകയും ചെയ്യും, കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസുള്ള ലൈനിങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മളിതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ്. അടിയിൽ നിന്നാണ് യോജിപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലുള്ള പീസ് വലിക്കാണ്ട് മെല്ലെ മെല്ലെ ആക്കി കൊടുക്കണം, എന്നാലേ കോർണറും നമ്മളെ ബസ്റ്റ് പോയിൻ്റൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഡബിൾ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്കൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുവരണം. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ അതും 2.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഇത് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതല്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നടുവൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സിബ് വയ്ക്കാൻ സെപ്പറേറ്റ് പീസ് വേവിക്കണേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യാണ്. നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിന് സൈഡൊന്ന് ചെറുതായിട്ട് മടക്കി അടിക്കുന്നുണ്ട്. ലോക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കഴുത്ത് എത്രയാണോ ബാക്ക് നോക്കിയിട്ട് അതിന് അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഫിക്സ് ആക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ സിബ് അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ വെച്ചിട്ട് നല്ല വശം മുകളിലേക്കാക്കി വെച്ച് ആ 2 മടക്കി വെച്ച പീസിനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കാക്കി വെച്ച് കഴുത്ത് രണ്ട് പീസിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൽ കഴുത്ത് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിബ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വയ്ക്കുന്നത്. അപ്പോൾ സിബിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ആ കഴുത്തിൻ്റെ തുമ്പിൻ്റെ ഇടയിൽ വരും. അപ്പോൾ പുറത്തേക്ക് കാണൂല. അതുകൊണ്ടാണ് നമ്മൾ കഴുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നഖം വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സിബ് വെച്ച് കൊടുക്കണം. സിബ് ഇതുപോലെ തന്നെ വെച്ചിട്ട് സിബ് അടിയിലേക്കാണ് ഓപ്പൺ വരുന്നത്. സിബിൻ്റെ ലാസ്റ്റ് വശം മുകളിൽ ആ തുമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ 2 തുമ്പ് കൊടുത്തിട്ട് ഓരോ തുമ്പയ്ക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ സാധാ പ്രഷർ കുക്കർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അടിച്ചു കൊടുത്തത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ സിബിൻ്റെ 2 വശത്തേക്കുള്ള അടി ഒക്കെ തുല്യമായിരിക്കും, അതുകൊണ്ട് ഒരേപോലെ തന്നെയാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നിർത്തിയും കൊണ്ട് ഇങ്ങോട്ട് കയറിപ്പോരില്ല. പിന്നെ അടിയിൽ നിന്ന് മേലേക്കുള്ള ഓപ്പൺ ആവുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും നല്ല സുഖമാണ്. നമ്മൾ ഫൂട്ട് മാറ്റി കൊടുത്തിട്ട് സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങോട്ടാണ് ഫൂട്ട് റെഡിയായി നിൽക്കുന്നത് വെച്ചാൽ അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ സിബിനോട് അടുപ്പിച്ച് ഇൻവിസിബിൾ സിബാകുമ്പോൾ നമുക്ക് ഒന്ന് മെല്ലെ തുറന്ന് വെച്ച് അതിൻ്റെ നല്ലോണം അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. 2 സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സിബ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് സിബ് വരുന്നത്. റിബൺ അതിൻ്റെ ഇടയിലുണ്ടെന്ന് അതിന് കളർ ഏതാണെന്നൊന്നും നമുക്ക് ഇങ്ങനെ വെച്ചാലും മനസ്സിലാവില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഷോൾഡറാണ് കൂട്ടേണ്ടത്. ഷോൾഡർ ഇങ്ങനെ ഈ പീസ് പുറത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങുമ്പോൾ ആദ്യം ആ പീസിൻ്റെ എൻഡ് വശം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. 2 വശത്തും അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ കൂട്ടുന്നത്. പിന്നെ നമ്മൾ സാധാ കൂട്ടുന്ന പോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അടിച്ചിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ ഇന്നലെ ഇടുമോ ചോദിച്ചതായിരുന്നു. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ടാണ് ഇന്നലെ ഇടാൻ പറ്റാത്തത്. ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് വശമാണ് സിബ് വെച്ച വശം മടക്കി അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എത്രയാണോ ഇറക്കം നോക്കിയിട്ട് ഇതുപോലെ ആണ് മടക്കി കൊടുക്കുന്നത്. ഒരു 3/4 ഇഞ്ച് വീതിയിലാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ടിന് ഇട്ട പോയിൻറ്റിൻ്റെ അങ്ങനെ അതുപോലെ തന്നെയാണ് ടക്ക് ഇട്ട് കൊടുത്തത്. ആ പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവിടെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി മുൻവശമാണ് മടക്കി അടിക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ നടു ആദ്യം ഇതുപോലെ മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അളവൊക്കെ നോക്കി ഷോൾഡറൊക്കെ ശരിയാക്കി സൈഡ് കൂട്ടണം. അതിന് മുന്നേ നമ്മളിതുപോലെ ഹാങ്ങിങ്സ് കൊണ്ട് തന്നിട്ടുണ്ട്, അതൊന്ന് പിടിപ്പിക്കണം. നമ്മൾ സിംഗിൾ ഫൂട്ട് വെച്ച് സാവധാനം മെല്ലെ മെല്ലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹാങ്ങിങ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ റെഡിയാക്കി വെച്ചതിന് ശേഷം അളവ് നോക്കി സൈഡ് കൂട്ടുകയാണ്. ഷോൾഡർ നമുക്ക് കുറച്ചും കൂടെ വെട്ടിക്കളയാനുണ്ട്. നമ്മളെല്ലാം അളവൊക്കെ നോക്കി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടി അളവ് വെച്ച് ഷോൾഡർ വെട്ടി ക്ലിയർ ആക്കിയതിന് ശേഷമാണ് കൈ വയ്ക്കുക. ഹാങ്ങിങ്സ് വെച്ച് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി കൈ വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ കൈയും വെച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷേപ്പിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ സിബ് വെച്ചിട്ടുള്ള ഇതുപോലെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സാരിക്കും നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പിക്കും എല്ലാം ഇതുപോലത്തുള്ള ഇടാൻ പറ്റും.
നമ്മൾ കട്ടിങ് വെച്ചിട്ട് ബ്ലൗസ് ചെയ്യുന്ന സാരിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇതങ്ങനെയാണ് ഹാങ്സ്